എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഫെലിയുടെ കൺഫെഷൻ കേട്ട് ജോർദൻ അവളോട് താങ്ക്സ് പറയുന്നു. നിന്റെ ഫീലിങ്സ് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, സത്യത്തിൽ നീ ഒരുപാട് സ്ട്രോങ് ആണ്. പക്ഷെ ഞാനിപ്പോൾ ലൈഫിൽ പ്രണയത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. എനിക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. എൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ അതിലാണെന്ന് ജോർദൻ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫെലി സാഡ് ആകുന്നുണ്ട്. എൻ്റെ ഫോക്കസ് ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ ഒരു കരിയർ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻവോൾവ് ആകാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഏതെങ്കിലും ബിഹേവിയർ കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ ഞാൻ നിന്നോട് സോറി പറയുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും നാളും ചെയ്ത കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ടാണെന്നും അവൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫെലിയുടെ ഹാർട്ട് ബ്രേക്ക് ആകുന്നുണ്ട്. അവൾക്ക് അവളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ അവിടുന്ന് ഓടിപ്പോകുന്നു. ഇവരുടെ ഈ കോൺവെർസേഷൻസ് എല്ലാം ഒരു ഗേൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റാരുമല്ല, ക്ലോയി ആയിരുന്നു. ക്ലോയി ഫെലിയുടെ ഫ്രണ്ട് ആയതും എങ്ങനെയെങ്കിലും ഫെലിയുടെ റെപ്യൂട്ടേഷൻ തകർക്കാൻ വേണ്ടിയായിരുന്നു. ക്ലോയി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ സ്റ്റുഡൻസ് എല്ലാവരും ഈ വീഡിയോ കാണുന്നു. രാഗ ഈ വീഡിയോ കാണുന്നുണ്ട്. അവൻ നടന്നു വരുമ്പോൾ കുറേ ഗേൾസ് ഫെലിയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു. ഒരു ഗേളായിട്ടും ആദ്യം കൺഫസ് ചെയ്യാൻ ഫെലിക്ക് എങ്ങനെ തോന്നി? സാധാരണ ബോയ്സ് ആണ് ഫസ്റ്റ് കൺഫസ് ചെയ്യേണ്ടത്. എന്തായാലും ജോർദൻ അവളെ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെല്ലാവരും കളിയാക്കുന്നു. ഇതെല്ലാം കേട്ട് രാഗ അവരുടെ അടുത്ത് വന്ന് അവളോട് ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം ക്ലോയുടെ ഫ്രണ്ട്സും കാണുന്നു. രാഗയുടെ ബിഹേവിയർ കണ്ട് അവർ സർപ്രൈസ് ആകുന്നുണ്ട്. അതിനുശേഷം രാഗ ഫെലി അന്വേഷിച്ചു വരുന്നു. അവൻ അവളെ കാണുകയും ചെയ്യുന്നുണ്ട്. ഫെലി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് വരികയായിരുന്നു. ഫെലിയെ കണ്ട ഉടനെ രാഗ ഓടി വന്ന് അവളെ ഹഗ് ചെയ്യുന്നു. ഫെലി അവനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ടൈറ്റായിട്ട് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. എല്ലാം ഓക്കെ ആകുമെന്ന് അവളോട് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫെലിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ഒരുപാട് കരയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഫെലി അവളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നു. രാഗയോട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് താൻ റൂമിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് വരുന്നുണ്ട്. അവളെ കാണുമ്പോൾ ഷാനി എലേനും ഒരുപാട് ടെൻഷനിലാകുന്നു. അവർ അവളോട് അവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട്. എല്ലാം ഓക്കെ ആകും. ജോർദൻ റിജക്റ്റ് ചെയ്യുന്നു പറഞ്ഞ് എന്താണ്? ഈ ലോകത്ത് ഒരുപാട് ഹാൻസം ബോയ്സ് ഉണ്ടെന്ന് എലേൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ഫെലി കൺഫ്യൂസ് ആകുന്നു. ജോർദൻ എന്നെ റിജക്റ്റ് ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീ കൺഫസ് ചെയ്യുന്ന വീഡിയോ സ്കൂളിൻ്റെ സോഷ്യൽ മീഡിയയിൽ ആരോ പോസ്റ്റ് ചെയ്തെന്ന് ഷാനിയ പറയുന്നു. ഇത് കേട്ട് ഫെലി ഷോക്കായി ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ അവൾ കാണുകയും ചെയ്യുന്നു. അവൾക്ക് ഒരുപാട് എംബാരസ്മെൻറ്റ് ഫീൽ ചെയ്യുന്നു. ഞാനിനി എന്ത് ചെയ്യും? സ്റ്റുഡൻസ് എല്ലാവരും ഇത് പറഞ്ഞ് എന്നെ കളിയാക്കുമെന്ന് ഫെലി പറയുന്നുണ്ട്. ഇതാരായിരിക്കും പോസ്റ്റ് ചെയ്തതെന്ന് ഫെലി ആലോചിക്കുന്നു. അപ്പോൾ അവൾക്ക് രാഗയെക്കുറിച്ച് ഓർമ്മ വരുന്നു. ഞാൻ വരുന്ന വഴിക്ക് രാഗയെ കണ്ടിരുന്നു. ഉറപ്പായിട്ടും അവനായിരിക്കും പോസ്റ്റ് ചെയ്തതെന്ന് ഫെലി പറയുന്നുണ്ട്. രാഗ ഒരിക്കലും ഇത്രയും ക്രൂലായിട്ട് ബിഹേവ് ചെയ്യില്ലെന്ന് എലേൻ പറയുന്നു. ഇത് ചെയ്ത രാഗയാണെന്ന് ഷാനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ രാഗ തന്നോട് ഇത്രയും നന്നായിട്ട് പെട്ടെന്ന് ബിഹേവ് ചെയ്യുന്നതിന് പിന്നിൽ എന്തോ കാര്യമുണ്ടെന്ന് ഫെലി പറയുന്നു. സ്റ്റുഡൻസ് എല്ലാം തന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് ഫെലി ഒരുപാട് ടെൻഷനിലായിരുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ ഫെലി അവളുടെ റൂമിലിരിക്കുമ്പോൾ ഹേമ ബ്രേക്ക്ഫാസ്റ്റുമായി അവിടേക്ക് വരുന്നു. പക്ഷെ ഫെലിക്ക് അപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നിനക്ക് എന്താ ഇത് ഇഷ്ടമല്ലേന്ന് ഹേമ ചോദിക്കുന്നു. ഹേമ തന്നോട് ഇന്നലത്തെ വീഡിയോയെക്കുറിച്ച് ചോദിക്കുമെന്നാണ് ഫെലി പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവൻ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് ടീച്ചർ നിന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു എന്ന് ഹേമ പറയുന്നു. ഇന്നലത്തെ ആ വീഡിയോയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരിക്കും ടീച്ചർ തന്നെ വിളിപ്പിക്കുന്നതെന്ന് ഫെലിക്ക് ഉറപ്പായിരുന്നു. അവൾക്ക് ഒരുപാട് ടെൻഷൻ ആകുന്നുണ്ട്. സാനി അവിടേക്ക് വരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇന്നലത്തെ കാര്യം ചോദിക്കാൻ വേണ്ടിയാണോ ടീച്ചർ വിളിപ്പിക്കുന്നതെന്ന് സാനിയ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹേമയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. ഇന്നലെ എന്ത് സംഭവിച്ചു എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ടീച്ചർ എന്നോട് ഫെലിയെ കൂട്ടി വരാൻ പറഞ്ഞു. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല എന്ന് ഹേമ പറയുന്നുണ്ട്. നിന്റെ കൂടെ ഞാനും വരാമെന്ന് സാനിയ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് ഫെലി പറയുന്നു. എന്തായാലും നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട്, കാരണം ടീച്ചർ നമ്മൾ രണ്ടുപേരെയാണ് വിളിപ്പിച്ചതെന്ന് ഹേമ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഇവർ രണ്ടുപേരും ടീച്ചറിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഫെലി ഒരുപാട് പേടിച്ചാണ് ഇരിക്കുന്നത്. ടീച്ചർ എന്ത് ചോദിക്കുമെന്ന് അറിയാതെ. സോ ടീച്ചർ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഫെലി അങ്ങോട്ട് പറയാൻ തുടങ്ങുന്നു. ഞാനല്ല ഇന്നലെ പോസ്റ്റ് ഇട്ടേന്ന്. പക്ഷെ ടീച്ചറിനാകട്ടെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. നീ എന്ത് പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്? ഞാൻ നിന്നെ വിളിപ്പിച്ചത് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു.
ഈ പ്ലേസിലെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ബേസിക് നെസസിറ്റിയുടെ സാധനങ്ങളെല്ലാം സ്പോൺസർ ചെയ്യാൻ നമ്മുടെ സ്കൂൾ തീരുമാനിച്ചിട്ടുണ്ട്. നീ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ കാര്യം നീ നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കുന്നതെന്ന് ടീച്ചർ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഫെലിക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. പക്ഷെ നീ എന്നോട് ഇപ്പോൾ പറഞ്ഞത് ഏത് പോസ്റ്റിനെ കുറിച്ചാണെന്ന് ടീച്ചർ ചോദിക്കുന്നു. എന്നിട്ട് ചെക്ക് ചെയ്യാനായി മൊബൈൽ എടുക്കുന്നുണ്ട്. ഫെലിക്ക് ആകെ ടെൻഷനാകുന്നു. അവളുടെ ഫേസ് ഹേമ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഫെലിയെ ഹെൽപ്പ് ചെയ്യാനായി അവൻ ടീച്ചറിനോട് നമ്മുടെ സ്കൂൾ ട്രിപ്പിനെ കുറിച്ച് ഫെലി ഇന്നലെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്രയ്ക്ക് നല്ലതല്ല. അത് റീഎഡിറ്റ് ചെയ്ത ശേഷം ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാമെന്നും അതിനുശേഷം ചെക്ക് ചെയ്യാനുമാണ് ടീച്ചറിനോട് അവൾ പറഞ്ഞതെന്ന് അവൻ പറയുന്നുണ്ട്. ടീച്ചർ സമ്മതിക്കുന്നു. സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാനായി ബഡ്ജറ്റിനെ കുറിച്ചും മറ്റും അവൻ ടീച്ചറിനോട് ചോദിക്കുന്നുണ്ട്. ടീച്ചറുമായി ഡിസ്കഷന് ശേഷം അവർ രണ്ടുപേരും വെളിയിലേക്ക് വരുന്നു. അകത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കൺട്രോൾ ചെയ്തെങ്കിലും കാര്യം എന്താണെന്ന് എനിക്കും അറിയണം. ഇന്നലെ എന്ത് സംഭവിച്ചെന്ന് ഹേമ അവളോട് ചോദിക്കുന്നു. നീ സത്യത്തിൽ ഇന്നലത്തെ ആ വീഡിയോ കണ്ടില്ലേ എന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഹേമ ഫോൺ ചെക്ക് ചെയ്യുന്നു. അവൻ ആ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ ഹേമയ്ക്കും അത്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. കാരണം ഹേമ ഫെലി ലൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. എന്നിട്ടവൻ ആ വീഡിയോ ഡിലീറ്റും ചെയ്യുന്നുണ്ട്. ഫെലി ഹാപ്പി ആകുന്നു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആരാണെന്ന് നിനക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് ഹേമ ചോദിക്കുമ്പോൾ തനിക്കറിയില്ലെന്ന് അവൾ പറയുന്നു. അപ്പോൾ രാഗ അവിടേക്ക് വരുന്നത് അവൾ കാണുന്നുണ്ട്. പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവൾ രാഗയുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. സാനി എന്നോട് പറഞ്ഞിരുന്നു നീ ഇങ്ങോട്ട് വന്നെന്ന്. ഇത് കേട്ട് ഫെലി അവനോട് ദേഷ്യപ്പെടുന്നു. നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഗുഡ് പേഴ്സണായിട്ട് ആക്ട് ചെയ്ത് നിർത്തൂ. എനിക്ക് നന്നായിട്ടറിയാം ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് നീയാണ്. കാരണം ഞാൻ ഇന്നലെ ജോർദനുമായി സംസാരിച്ച ശേഷം തിരിച്ചു വരുമ്പോഴാണ് വഴിയിൽ വെച്ച് നിന്നെ കണ്ടത്. അതൊരിക്കലും കോയിൻസിഡൻ്റ് ആകില്ലെന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട് രാഘു ഒരുപാട് സർപ്രൈസ് ആകുന്നുണ്ട്. ഇന്നലെ ഞാനും ആ വീഡിയോ കണ്ടിരുന്നു. നിന്നെക്കുറിച്ച് വറിയിടായതുകൊണ്ടാണ് നിന്നെ അന്വേഷിച്ചിറങ്ങിയത്. അങ്ങനെ വഴി വെച്ച് ഞാൻ നിന്നെ കണ്ടത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്? ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് രാഘ ചോദിക്കുന്നു. കാരണം നിന്റെ ഫാമിലിയിൽ ഞാൻ ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും നിന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കണം. അതുകൊണ്ട് എൻ്റെ റെപ്യൂട്ടേഷൻ തകർക്കാൻ വേണ്ടിയാ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട് രാഘ ഒരുപാട് ഫ്രസ്ട്രേറ്റ് ആകുന്നുണ്ട്. ഇതുപോലുള്ളൊരു മോശം കാര്യം ഞാൻ ചെയ്തു എന്ന് നിനക്ക് എങ്ങനെ ബ്ലെയിം ചെയ്യാൻ തോന്നി? അതും ഒരു പ്രൂഫും ഇല്ലാതെ. നീ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്നോട് ഇത്രയും മോശം കാര്യം ചെയ്തതെന്ന് ഫെലി ചോദിക്കുന്നു. എനിക്കെങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് രാഘ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. ഫെലി നോക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവളെ കളിയാക്കുന്നുണ്ട്. ഹേമ വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും സ്റ്റുഡൻസ് കുറേ ആളുകൾ അത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴും നെറ്റിൽ ആ വീഡിയോ ഉണ്ട്. അത് വൈറലായിരുന്നു. ക്ലോയുടെ ഫ്രണ്ട്സ് ഫെലി അടുത്തേക്ക് വന്ന് അവളെ കളിയാക്കുന്നുണ്ട്. ജോർദനെ പോലുള്ളൊരു ബോയ് നിന്നെ ലൈക്ക് ചെയ്യുമെന്ന് നിനക്ക് എങ്ങനെ തോന്നി? കാരണം നീ ഓർഫനേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചീപ്പ് ഗേൾ ആണെന്ന് അവർ പറയുന്നു. അവർ ക്ലോയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ രാഗയും നാവറും ഹെൽഗയും അവരുടെ പിറകിൽ വന്ന് നിൽക്കുന്നു. പക്ഷേ ഈ ഗേൾസ് ഇതൊന്നും അറിയുന്നില്ല. ഫെലി ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നു. ലാസ്റ്റ് രാഗയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ ഈ ഗേൾസിനെ കൺഫ്രണ്ട് ചെയ്യുന്നു. ഇവർ പേടിക്കുന്നുണ്ട്. രാഘ ഫെലിയും കൂട്ടി അവിടുന്ന് പോകുന്നു. ഒരു ഗേളായിട്ടും നിങ്ങൾ മറ്റൊരു ഗേളിനെ ഇൻസൾട്ട് ചെയ്യുകയാണോ എന്ന് നാവറ ചോദിക്കുന്നു. നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യണ വേണ്ടിയെന്ന് ഹെൽഗയും പറയുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും അവിടുന്ന് പോകുന്നു. ഇവിടെ രാഗ ഇപ്പോഴും ഫെലിയുടെ കയ്യിൽ പിടിച്ചു നടക്കുകയാണ്. നീ വറിയേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇവരാരും പറയുന്ന കാര്യം നീ കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ പറയുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് നീയല്ലെന്ന് നിനക്ക് എൻ്റെ മുന്നിൽ പ്രോമിസ് ചെയ്യാൻ പറ്റുമെന്ന് ഫെലി ചോദിക്കുമ്പോൾ നിനക്കെന്താ ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? ഞാനല്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് അവൻ ചോദിക്കുന്നു. ഫെലി ഇല്ലെന്ന് പറയുമ്പോൾ ശരി, നിന്റെ മുന്നിൽ ഞാൻ പ്രോമിസ് ചെയ്യാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാനല്ലെന്ന് അവൻ പറയുന്നു. നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്കൊരു ഡീലിലെത്താം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാനാണെന്ന് നീ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നീ പറയുന്ന എന്ത് കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതല്ല, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഞാനല്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്ന എന്ത് കണ്ടീഷൻസും നീ ചെയ്യാൻ തയ്യാറാകണമെന്ന് അവൻ പറയുന്നു. ഫെലി ഡീലിന് സമ്മതിക്കുന്നുണ്ട്. ഇത് ചെയ്ത് രാഗയില്ലെന്ന് ഇപ്പോൾ ഫെലിക്കും ചെറുതായിട്ട് വിശ്വാസമുണ്ട്.
ഞാൻ റെസ്റ്റ് ചെയ്യാൻ റൂമിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോകുന്നു. രാഗയാകട്ടെ സ്മൈൽ ചെയ്യുന്നുണ്ട്. അവന്റെ മനസ്സിൽ എന്തോ ഐഡിയ ഉള്ള പോലെ. നെക്സ്റ്റ് സീനിൽ ഫെലി റൂമിലിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ഒരു ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നു. അവൾക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. വെളി വന്ന് നോക്കുമ്പോൾ അത് രാഗയായിരുന്നു, അതും ബൈക്കിൽ. അവൻ അവളോട് വന്ന് വണ്ടിയിൽ കയറാൻ പറയുന്നു. പക്ഷെ ഫെലി ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നൊരു പ്ലേസിൽ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഫെലി തയ്യാറല്ലായിരുന്നു. ഇത് കണ്ട് രാഗ ബൈക്കിൽ നിന്നിറങ്ങി ഫെലി അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് ബൈക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബൈക്കിൽ കയറാൻ അവളെ ഫോഴ്സ് ചെയ്യുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ അവൾ കയറുന്നുണ്ട്. രണ്ടുപേരും അവിടുന്ന് പോകുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് ഫെലി ചോദിക്കുന്നു. പക്ഷെ രാഗ കറക്റ്റായിട്ട് സ്ഥലം പറയുന്നില്ല. അവിടെ എത്തുമ്പോൾ നിന്റെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുമെന്ന് അവൻ പറയുന്നു. ദയവ് ചെയ്ത് നീ സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു കാര്യം ചെയ്യരുത്. അന്ന് ജോർദന്റെ കൂടെ പോയപ്പോൾ വഴി തെറ്റിയ പോലെ വീണ്ടും സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ പറയുന്നു. ഞാൻ ജോർദനെ പോലെയല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഡിഫറെൻ്റ് ആണെന്ന് രാഗ പറയുന്നു. പക്ഷെ ഫെലിക്ക് അപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. നീ ബൈക്ക് നിർത്തിയില്ലെങ്കിൽ ഞാൻ വണ്ടി നിർത്തി ചാടും എന്ന് അവൾ പറയുന്നു. ലാസ്റ്റ് രാഗ വണ്ടി നിർത്തുന്നുണ്ട്. നിന്റെ കൂടെ വന്ന് എൻ്റെ ലൈഫ് റിസ്ക് ചെയ്യാൻ ഞാൻ തയ്യാറല്ലെന്ന് ഫെലി പറയുന്നു. ബൈക്ക് ഞാൻ നിർത്തിയല്ല, ഇത് സ്വയം നിന്നെയാണെന്ന് രാഗ പറയുന്നു. ബൈക്ക് എങ്ങനെയാ സ്വയം നിൽക്കുന്നതെന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. ബൈക്കിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് രാഗ പറയുന്നു. പക്ഷെ ഫെലി എപ്പോഴും വിശ്വസിക്കുന്നത് രാഗ തന്നോട് പ്രാങ്ക് ചെയ്യാണെന്നാണ്. അവളൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ കള്ളം പറയല്ല, സത്യമായിട്ടും ബൈക്ക് കേടായെന്ന് അവൻ പറയുന്നു. എന്നിട്ടും ഫെലിക്ക് വിശ്വാസമാകുന്നില്ല. നീ എന്താ വിചാരിക്കുന്നത് ഞാൻ കള്ളം പറയാണെന്നോ? അതും ഇത്രയും പെരുവെയിലത്ത് ഈ നടു റോഡിൽ നിന്ന് എന്താ ഫ്രൈ ആകാൻ വേണ്ടിയാണോ ഞാൻ വണ്ടി നിർത്തിയിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ബൈക്ക് കേടായെന്ന് ഫെലിക്കും വിശ്വാസമാകുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി വണ്ടി പുഷ് ചെയ്യാൻ അവൻ ഫെലിയോട് പറയുന്നുണ്ട്. ഫെലി പുഷ് ചെയ്യുന്നു. അവൾ അവനെ ടീസ് ചെയ്തുകൊണ്ട് നീ സ്വയം പറയാറുള്ളത് നീ ഓട്ടോമോട്ടീവ്സിന്റെ ഒരു എക്സ്പേർട്ട് ആണെന്നല്ലേ, എന്നിട്ട് ഒരു ബൈക്ക് നന്നാക്കാൻ പോലും നിനക്ക് അറിയില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. ഈ ബൈക്ക് കേടായത് ഞാൻ കാരണമല്ല, നീ കാരണമാ. കാരണം നിന്റെ കംപ്ലൈൻസ് അത്രയ്ക്കായിരുന്നു എന്ന് അവൻ പറയുന്നു. എന്നിട്ട് മിണ്ടാതെ പുഷ് ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. അവൾ കുറെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും ബൈക്കിനൊരു ചേഞ്ചും ഇല്ല. ഇനി ഈ ബൈക്ക് നന്നാകില്ലെന്ന് അവന് മനസ്സിലാകുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ എൻജോയ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. പക്ഷെ അവർ നടു റോഡിലായിരുന്നു. ഇവിടെ എങ്ങനെ എൻജോയ് ചെയ്യാനാണെന്ന് ഫെലി ചോദിക്കുന്നുണ്ട്. ഈ പ്ലേസിന് എന്താ പ്രശ്നം? ഒരുപാട് ദൂരെയാണ്, ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നിന്റെ മനസ്സിലെ ഫ്രസ്ട്രേഷൻസ് എല്ലാം നിനക്ക് ഉറക്കെ പറയാം. നിന്നെ ജഡ്ജ് ചെയ്യാൻ ഇവിടെ ആരുമില്ലെന്നും അവൻ പറയുന്നുണ്ട്. രാഗ അവന്റെ മനസ്സിലെ ഫ്രസ്ട്രേഷൻസ് എല്ലാം ഉറക്കെ പറയുന്നു. ഇത് കേട്ട് ഫെലി സ്മൈൽ ചെയ്യുന്നുണ്ട്. ഫെലി അവളുടെ മനസ്സിലെ ഫ്രസ്ട്രേഷൻസും ഉറക്കെ പറയുന്നു. അവളെ കളിയാക്കിയവരെ കുറിച്ചെല്ലാം അവൾ പറയുന്നുണ്ട്. എന്നോട് ഇങ്ങനെ ചെയ്ത ആരാണെങ്കിലും ഞാൻ കണ്ടെത്തും, എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാൻ പറ്റുമെന്ന് അവൾ പറയുന്നു. ഇങ്ങനെ ചെയ്ത ശേഷം ഫെലിയുടെ മനസ്സിന് ഒരുപാട് സമാധാനം തോന്നുന്നുണ്ട്. അവൾ സ്മൈൽ ചെയ്യുന്നു. ഇത് കണ്ട് രാഗയെ സ്മൈൽ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ രാഗ ഫെലിയോട് നീ എന്നു മുതലാണ് ആ ഓർഫനേജിൽ താമസിച്ചു തുടങ്ങിയെന്ന് ചോദിക്കുന്നു. കുട്ടിക്കാലം മുതലേ ഞാൻ അവിടെയായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. അവൻ അവളുടെ പേരൻസിനെ കുറിച്ച് ചോദിക്കുന്നു. എൻ്റെ പേരൻസിനെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ നിന്റെ വീട്ടിൽ താമസിക്കില്ലായിരുന്നു എന്ന് ഫെലി പറയുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ മദറാണ് എന്നെ ആ ഓർഫനേജിലാക്കിയിട്ട് പോയത്. മദർ ഡയറക്ടറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളത്തേക്ക് എന്നെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണെന്നും പിന്നീട് വന്ന് വിളിച്ചുകൊണ്ട് പോകുമെന്നും. പക്ഷെ ഇതുവരെ എന്നെ വിളിക്കാനായി എൻ്റെ മദറോ ഫാദറോ വന്നിട്ടില്ല. എന്നാലും ഫെലി ഇപ്പോഴും അവളുടെ പേരൻസിനെ വെയിറ്റ് ചെയ്യാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫെലിയെക്കുറിച്ച് ആലോചിച്ച് രാഗയ്ക്ക് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നു. നീ ഒരുപാട് ലക്കിയാണ്. നിന്റെ ഫാമിലിയെ നിനക്ക് എന്നും കാണാൻ പറ്റുന്നതിൽ. നിന്റെ ഫാമിലി നിന്റെ ട്രഷറാണെന്ന് അവൾ പറയുന്നു. രാഗയും ഇത് എഗ്രി ചെയ്യുന്നു. നീ പറഞ്ഞ സത്യമാണ്. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് റിലാക്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ അവനോട് താങ്ക്സ് പറയുന്നു അവിടെ കൊണ്ടുവന്നതിൽ. ഫെലിയെ ഹാപ്പിയായി കാണുമ്പോൾ രാഗയെ ഹാപ്പി ആകുന്നു. നൈറ്റ് ആകുന്നു. രാഗ ഫെലിയെ ഡ്രോപ്പ് ചെയ്യാൻ അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അവനോട് വീണ്ടും താങ്ക്സ് പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുന്നു. അവിടെ ക്ലോയി ഉണ്ടായിരുന്നു. ഫെലിയെ കാണുമ്പോൾ അവൾ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. നീ വറിയേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ആരാണെങ്കിലും അവരെ കണ്ടെത്താൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നും ക്ലോയി പറയുന്നുണ്ട്.
തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഫെലി ഹാപ്പിയാകുന്നു. അവൾ ക്ലോയോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നു. നിന്നെ കാണാനായി ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നീ ഇവിടെ ഇല്ലായിരുന്നു. നീ എവിടെ പോയെന്ന് ക്ലോയ് ചോദിക്കുന്നുണ്ട്. ഞാൻ വെളിയിൽ പോയിരിക്കുകയായിരുന്നു, മൈൻഡൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയെന്ന് ഫെലി പറയുന്നുണ്ട്. നിനക്ക് ഇനിയും വെളിയിൽ പോകാൻ തോന്നുകയാണെങ്കിൽ എന്നെ വിളിക്കൂ, ഞാനും നിന്റെ കൂടെ വരാമെന്ന് ക്ലോയ് പറയുന്നു. ഫെലി സമ്മതിക്കുന്നുണ്ട്. നിനക്ക് എന്നെ അറിയാവുന്ന പോലെ എൻ്റെ ഫ്രണ്ട്സിന് എന്നെ അറിയില്ല, അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്ലോയ് പറയുന്നു. ക്ലോയുടെ ഫ്രണ്ട്സ് ഇന്ന് ഫെലി ഇൻസൾട്ട് ചെയ്ത കാര്യവും അവളെ ചീപ്പെന്ന് വിളിച്ച കാര്യമെല്ലാം ഫെലി ക്ലോയോട് പറയുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു. നിനക്ക് വേണ്ടി അവരോട് ഫൈറ്റ് ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണെന്ന് ക്ലോയ് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫെലി ഹാപ്പി ആകുന്നുണ്ട്. നീ വറിയേണ്ട ആവശ്യമില്ല, കറക്റ്റ് സമയത്ത് രാഗ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് ഫെലി പറയുന്നു. ഫെലിയുടെ വായിന്ന് രാഗയുടെ പേര് കേൾക്കുമ്പോൾ ക്ലോയ്ക്ക് ദേഷ്യം വരുന്നു. ഞാനിന്ന് വെളിയിൽ പോയത് രാഗയുടെ കൂടെയാണെന്നും ഫെലി പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ക്ലോയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. തനിക്ക് അത്യാവശ്യം ഒരു കാര്യം ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പോകുന്ന വഴി എലീനെ സാനിയെ അവൾ കാണുകയും ചെയ്യുന്നുണ്ട്. വെളിയിൽ വന്ന ശേഷം ക്ലോയ് അവളുടെ ഫ്രണ്ടായ ഉലൻറെ കോൾ ചെയ്യുന്നുണ്ട്. ക്യാമ്പ് ഫയർ ഇവന്റിന്റെ ഇൻചാർജ് നീ അല്ലേന്ന് ക്ലോയ് ചോദിക്കുന്നു. ഫ്രണ്ട് അതെന്ന് പറയുമ്പോൾ ഫെലി ഇൻസൾട്ട് ചെയ്യാൻ എനിക്കൊരു പുതിയ വഴി കിട്ടിയിട്ടുണ്ടെന്ന് ക്ലോയ് പറയുന്നുണ്ട്. സാനി എലീനും ഫെലിയെടുത്ത് വന്ന് ക്ലോയ് എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിക്കുന്നു. എന്നെ എൻകറേജ് ചെയ്യാൻ വന്നതാണെന്ന് ഫെലി പറയുന്നുണ്ട്. എലിയൻ ഫെലിയോട് നീ ക്ലോയിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ബെറ്റർ, അവൾ ഒരു നല്ല പേഴ്സൺ അല്ലെന്ന് പറയുന്നു. സാനിയെ ഫെലിയോട് ഇത് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫെലി ഇത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ക്ലോയ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അവൾ കുട്ടിക്കാലം മുതലേ എൻ്റെ ഫ്രണ്ടാണ്. അവൾ ഒരിക്കലും തെറ്റായിട്ട് ഒരു കാര്യവും എന്നോട് ചെയ്യില്ല. ക്ലോയ് എൻ്റെ കൂടെ ഓർഫനേജിലാണ് താമസിച്ചിരുന്നതെന്നും ഫെലി പറയുന്നു. പക്ഷെ എന്നിട്ടും എലീനും സാനിയയ്ക്കും ക്ലോയെ വിശ്വാസമാകുന്നില്ല. അവർ ഫെലിയോട് ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നീ ഇന്ന് രാവിലെ മുഴുവൻ എവിടെയായിരുന്നു? ഒരുപാട് തവണ ഞങ്ങൾ നിന്റെ റൂമിൽ വന്നു, പക്ഷേ നീ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് അവർ പറയുന്നു. ഞാൻ ഇന്ന് രാഗയുടെ കൂടെ വെളിയിൽ പോയിരുന്നായിരുന്നു എന്ന് ഫെലി പറയുന്നുണ്ട്. രാഗ നിന്നോടൊന്നും ചെയ്തില്ലല്ലോ എന്ന് എലീൻ ചോദിക്കുന്നു. ഇല്ല, രാഗ എൻ്റെ മൈൻഡ് ഫ്രഷ് ആക്കാനായി എന്നെ വെളിയിൽ കൊണ്ടുപോയിരുന്നാണെന്ന് ഫെലി പറയുന്നു. ഇത് കേട്ട് സാനി എലീനും ഫെലി ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം രാഗ നിന്റെ അടുത്ത് വന്ന് നിന്നെ ലൈക്ക് ചെയ്യുന്നു പറയുകയാണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് എലീൻ അവളോട് ചോദിക്കുന്നു. താൻ എസ് പറയാൻ ആഗ്രഹിക്കുന്ന ലാസ്റ്റ് ബോയ് ആയിരിക്കും രാഗ എന്ന് ഫെലി പറയുന്നു. അപ്പോൾ ഒരു ഗേൾ അവിടേക്ക് വരുന്നു. ഇന്നത്തെ ക്യാമ്പ് ഫയർ ഇവന്റിൽ നീ പാട്ട് പാടണമെന്ന് ഫെലിയോട് പറയുന്നു. പക്ഷെ ഫെലി ആവട്ടെ ഇതിന് തയ്യാറല്ലായിരുന്നു. തനിക്ക് പാടാൻ പറ്റില്ലെന്ന് അവൾ പറയുന്നുണ്ട്. കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഇന്ന് പാട്ട് പാടുന്നത് നീയാണെന്ന്. ഞാൻ നിന്നെ കൂട്ടി പോകാൻ വേണ്ടി വന്നയാ, കാരണം ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നും ആ ഗേൾ പറയുന്നു. മനസ്സില്ല മനസ്സോടെ ആണെങ്കിലും ഫെലിക്ക് അവളുടെ കൂടെ പോകേണ്ടി വരുന്നു. നെക്സ്റ്റ് സീനിൽ ക്യാമ്പ് ഫയർ ഇവന്റ് നടക്കുകയാണ്. ക്ലോയും ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഫെലി തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ നിൽക്കുകയാണ്. ഹോസ്റ്റ് ഫെലിയോട് വന്ന് പാടാൻ പറയുന്നു. അവൾ പാടേണ്ടത് ഒരു കൺഫെഷൻ സോങ് ആയിരുന്നു. രാഗയും നാവിറും ഹെൽഗയും എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. താല്പര്യമില്ലാതെയാണെങ്കിലും ഫെലി സ്റ്റേജിലേക്ക് വരുന്നു. സ്റ്റുഡൻസ് എല്ലാം അവളെ കണ്ട് കളിയാക്കുന്നുണ്ട്. നീ ഈ സോങ് ജോർദന് വേണ്ടി പാടാൻ അവർ പറയുന്നു. ഇതൊരു കൺഫെഷൻ സോങ് ആയിരുന്നു, സോ ഒബ്വിയസ്ലി ഇതിലെ ലൈൻസ് ഫെലിയെ ഹർട്ട് ചെയ്യും. അതുകൊണ്ട് മനഃപൂർവ്വമാണ് ക്ലോയി ഈ പാട്ട് പാടാൻ വേണ്ടി ഫെലിയെ ഏൽപ്പിച്ചത്. ധൈര്യം സംഭരിച്ച് ഫെലി ആ പാട്ട് പാടാൻ തുടങ്ങുന്നു. പക്ഷേ അതിലെ ലിറിക്സ് കേട്ട് ഗേൾസ് എല്ലാം അവളെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. വീഡിയോയുടെ പേരും പറഞ്ഞ് ജോർദനും അവിടേക്ക് വരുന്നു. ഇതെല്ലാം അവനും കാണുന്നുണ്ട്. ക്ലോയി ആകട്ടെ ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യാണ്. രാഗയ്ക്കും മറ്റുള്ളവർക്കും ഇതെല്ലാം കണ്ട് ഒരുപാട് ദേഷ്യം വരുന്നു. രാഗ സ്റ്റേജിലേക്ക് വരുന്നു. എന്നിട്ട് ഫെലിയുടെ കൂടെ ആ പാട്ട് പാടാൻ തുടങ്ങുന്നുണ്ട്. രാഗയെ കാണുമ്പോൾ കളിയാക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ഷാനി എലീന് ഹാപ്പി ആകുന്നുണ്ട്. ക്ലോയും ഫ്രണ്ട്സിനും ഒരുപാട് ദേഷ്യവും വരുന്നു. രാഗ കൂടെ പാടുമ്പോൾ ഫെലി റിലാക്സ് ആകുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി ഈ റൊമാൻറ്റിക് സോങ് നന്നായിട്ട് പാടുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. നാവിറും ഹെൽഗയും സ്മൈൽ ചെയ്യുന്നു. ഇവരെ കണ്ട് ജോർദൻ സർപ്രൈസ് ആകുന്നുണ്ട്. ഇവന്റിന് ശേഷം എല്ലാവരും റൂമിലേക്ക് പോകുന്നു. ഫെലി തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുകയാണ്. ജോർദൻ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്.
പക്ഷെ അവൾ അവനെ ഇഗ്നോർ ചെയ്ത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ റൂമിലേക്ക് പോകുന്നു. നാവിറോ ഹെൽഗയും റൂമിലേക്ക് പോകുന്നുണ്ട്. രാഗ നോക്കുമ്പോൾ ജോർദൻ അവിടെ നിൽക്കുന്ന കാണുന്നു. രാഗ ജോർദൻ്റെ അടുത്ത് വന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ആരായിരിക്കും എന്ന് നിനക്ക് തോന്നുകയും ചോദിക്കുന്നു. വീഡിയോ ആരാ പോസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എനിക്ക് ഫെല്ലിയുള്ള ഫീലിങ്സ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു തന്നെയാണെന്ന് അവൻ പറയുന്നു. നിനക്ക് സത്യത്തിൽ ഫെല്ലിയോട് ഒരു ഫീലിങ്സും ഇല്ലേന്ന് രാഗ ചോദിക്കുമ്പോൾ നീ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ജോർദൻ ചോദിക്കുന്നു. നിനക്ക് അവളോട് ഫീലിങ്സ് ഒന്നും ഇല്ലെങ്കിൽ ഫെല്ലിയെ അപ്രോച്ച് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്ന് രാഗ പറയുന്നു.